പടച്ചവൻ വിധിക്കുന്നതിൽ അങ്ങോട്ട് സമാധാനിക്കുക. ഞാൻ പലപ്പോഴും ഒരു കഥ പറയാറുണ്ട്. ഷാദുലി പള്ളിയിൽ ഖുതുബ പറയുന്ന ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു, സാറേ കുറെ കടണ്ടായിരുന്നു, ഒരു നല്ല ബിസിനസ്സിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, 8 കോടി ഉറുപ്പിന്റെ ഒരു ഓർഡർ എനിക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് കിട്ടും, ഒരു ഒപ്പിന്റെ പുറവേണ്ടോ, ഞാൻ അങ്ങോട്ട് പോവുക, നിങ്ങൾ ദുആരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ ഹൈറാവട്ടെ. 3 ആഴ്ച കഴിഞ്ഞോ ഞാൻ പള്ളിയിൽ തന്നെ കണ്ടു. ഓമന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യാത്രക്ക് റാഹത്തായിരുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. ഓന്റെ കൈമലുണ്ടായിരുന്ന ഒരു ചെറിയ സ്വതക്ക ഹദിയ എന്റെ കൈമ തന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ നിങ്ങൾ ദുആൽ എന്നെ ഉൾപ്പെടുത്തും. ഞാൻ ചോദിച്ചു പോയ കാര്യം എന്തായി? ഓൻ പറഞ്ഞു അതെനിക്ക് പോയി ഉസ്താദേ, എനിക്ക് കിട്ടിയില്ല. ഇതും പറഞ്ഞു ഓനിങ്ങനെ നടക്കുമ്പം ഞാൻ എന്താ പറയേണ്ടതെന്നായി പോയി. ഞാൻ അവന്റെ പിന്നെ ചെന്ന് തോളത്ത് ഇങ്ങനെ കൈവച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ല ഉസ്താദ്, എനിക്ക് പടച്ചോൻ 8 കോടിക്ക് പകരം 16 കോടി തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ, അതിനാണല്ല ഈ 8 കോടി കളഞ്ഞതെങ്കിലോ, എനിക്ക് ആ പ്രതീക്ഷ ഉണ്ട്. ആ ഒരു ഈമാൻ ആലോചിച്ചു നിങ്ങൾ. നമുക്കൊരു 10 ഉറുപ്പ്യ പോയാൽ മതി, പിന്നെ ഒരു 3 ആഴ്ചത്തെ കുറക്കുണ്ടാവില്ല, ഇച്ചിരി എന്തെങ്കിലും ലാഭം കുറഞ്ഞാലും. അതല്ലെങ്കിൽ ഒരാൾക്കെന്തെങ്കിലും കൊടുത്തുപോയാൽ പോലും ഇപ്പൊ മനസ്സിന് ചൊറിച്ചില്ല. ഓല 5-6 ആൾക്കാർ വന്ന് എഴുതിപ്പോയിക്ക് എത്ര 20,000 10,000, പിന്നെ അതിന്റെ ബേജാറ് വേറെ.